തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ചു വരാനിരിക്കുന്ന ജനപ്രതിനിധികൾ നിർബന്ധമായും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളും പ്രവർത്തന മാർഗരേഖകളും സംബന്ധിച്ച് മുൻ കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മണ്ണടി പുഷ്പാകരൻ നിർദ്ദേശങ്ങളുടെ വിപുലമായ ഒരു പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഭരണത്തിന്റെ വിശ്വാസ്യതയും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പുഷ്പാകരൻ വ്യക്തമാക്കുന്നത് പ്രകാരം ഒരു ജനപ്രതിനിധി ജനങ്ങളുമായി എപ്പോഴും നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുകയും അവർക്ക് തടസ്സമില്ലാതെ സമീപിക്കാവുന്ന വ്യക്തിയായി നിലകൊള്ളുകയും വേണമെന്നാണ്. 22 നിർദ്ദേശങ്ങളാണ് ജനപ്രതിനിധികൾക്കായുള്ള മാർഗരേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് വീട്ടിൽ വരുന്ന ആളുകൾ ഭയപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന വിധത്തിൽ നായയെ വളർത്താതിരിക്കുക എന്നതാണ്. അതായത് വാർഡിലെ ഏതൊരു വോട്ടർക്കും പേടിക്കാതെ ജനപ്രതിനിധിയെ സന്ദർശിക്കാൻ തടസ്സമുണ്ടാകരുത് എന്നർത്ഥം. ഫോൺ സ്വിച്ച് ഓഫ് ആക്കാതെ പകരം സൈലന്റ് ആക്കിയാൽ മതി എന്നാണ് അടുത്തത്. ആരെങ്കിലും വിളിച്ചാൽ നിർബന്ധമായും എടുക്കാനാകാത്ത പക്ഷം തിരിച്ചു വിളിക്കുകയും വേണം. വാർഡിൽ ആരെങ്കിലും മെമ്പറെ അന്വേഷിച്ചാൽ അതിന്റെ കാരണം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ജനങ്ങളുടെയും അവരുടെ പ്രശ്നങ്ങളുടെയും ഭാഗമാകുകയെന്നും നിർദ്ദേശത്തിലുണ്ട്. ഒരിക്കലും വർഗീയതയ്ക്കും മതമൗലികവാദത്തിനും കീഴടങ്ങരുത്. സ്വജനപക്ഷപാതവും വർഗീയതയും ലവലേശമരുത്. എല്ലാ കമ്മിറ്റി തീരുമാനങ്ങളും പദ്ധതി വിവരങ്ങളും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുടെ പട്ടികയും സ്വന്തം ഡയറിയിൽ രേഖപ്പെടുത്തണം. വാർഡിൽ നടപ്പാക്കുന്ന ഓരോ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും കമ്മിറ്റി തീരുമാനവും നമ്പറും തീയതിയും സഹിതം കുറിച്ചിടണം. ആനുകൂല്യങ്ങൾ നൽകുന്നവരുടെ ലിസ്റ്റും ഡയറിയിൽ എഴുതി സൂക്ഷിക്കണം. പഞ്ചായത്ത് മെമ്പർ ജനങ്ങളുടെ സേവകനാണെന്ന ഓർമ്മ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. പഞ്ചായത്ത് ഓഫീസിലും മറ്റ് സർക്കാർ ഓഫീസുകളിലും എത്തുമ്പോൾ മെമ്പർ എന്തോ വലിയ സംഭവമാണെന്ന തോന്നൽ മനസ്സിലുണ്ടായാൽ അത് അപ്പാടെ മാറ്റിവെക്കണം. ആവശ്യമുള്ള സമയത്ത് തന്റെ ഇടത്തോടെ തന്നെ നിലപാട് കൈക്കൊള്ളണം. അറിയാത്ത വിഷയങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വിഷയങ്ങളിൽ പ്രതികരിക്കുക. സെക്രട്ടറി അടക്കം എല്ലാ ഉദ്യോഗസ്ഥരോടും നല്ല ബന്ധം നിലനിർത്തുന്നത് ഭരണത്തിൽ സഹായകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏത് സർക്കാർ ഓഫീസിന്റെയും ഉദ്യോഗസ്ഥ മേധാവികളുടെയും ഫോൺ നമ്പറും വിലാസവും വിശദ വിവരങ്ങളും ജെമിനി ആപ്പിൽ കിട്ടും. ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കണം. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, ഫയർഫോഴ്സ്, പോലീസ്, ആംബുലൻസ്, തദ്ദേശ വകുപ്പ് എന്നിവയുടെ ഫോൺ നമ്പറുകളും മുൻകൂട്ടി കരുതണം. തൃശൂരിലെ മുളംകുന്നത്ത് കാവിലുള്ള കില, അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ട്രെയിനിങ്ങിന് പോകാൻ അവസരം കിട്ടിയാൽ അത് മിസ് ചെയ്യരുതെന്നും പറയുന്നുണ്ട്. മാധ്യമങ്ങളുടെ നമ്പറും സൂക്ഷിക്കണം. വിനയം, ആർജവം എന്നിവയോടൊപ്പം ധനികനെയും ദരിദ്രനെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് ഓരോ പൊതുപ്രവർത്തകനും പിന്തുടരേണ്ട മുഖ്യ ഗുണങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വാർഡിലെ തീരുമാനങ്ങളും അറിയിപ്പുകളും ഒരേ സമയം വാർഡിലെ എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ അഡ്മിൻ ഓൺലി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നും നിർദ്ദേശത്തിലുണ്ട്. തന്റെ നിർദ്ദേശങ്ങൾ പൊതുപ്രവർത്തകരുടെ നിലവാരവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തവും ഉയർത്തുന്നതിനുള്ളതാണെന്നും പുഷ്പാകരൻ പറയുന്നു.